ഓമാമൃതേശ്വരിയേ നമഃ. ഭഗവതം. പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യണം എന്ന ദുരുദ്ദേശത്താൽ ധൃതരാഷ്ട്രർ പാണ്ഡവന്മാരെ വിളിച്ചു. മക്കളെ, നിങ്ങൾക്ക് വാരണാവതത്തിൽ മനോഹരമായൊരു ഹർമ്മ്യം പടുത്തുണ്ട്. കുറച്ചു ദിവസം അവിടെ പോയി താമസിച്ച് ശിവമഹോത്സവത്തിൽ പങ്കെടുത്തിട്ട് വരൂ. പുരോഹിതനാണ് നിങ്ങൾക്ക് വേണ്ടി ഈ മണിമാളിക പണിതിരിക്കുന്നത്. വാസ്തവമറിയാതെ പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ താമസിച്ചു. പക്ഷേ സർവജ്ഞനായ വിതുരരുടെ തക്ക സമയത്തുള്ള ഇടപെടലുകൊണ്ട് പാണ്ഡവന്മാർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അവരങ്ങനെ നടന്നു പോകുമ്പോൾ മാർഗമധ്യേ വ്യാസമഹർഷിയെ കാണാനിടയായി. വ്യാസമഹർഷി അവരെ ഏകചക്ര എന്ന ഗ്രാമത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ബ്രാഹ്മണ വേഷത്തിൽ അവർ താമസം തുടങ്ങി. പകൽ പാണ്ഡവന്മാർ ഭിക്ഷയ്ക്ക് പോകും. കുന്തി വെള്ളിരിക്കും. കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ പകുതി ഭീമൻ കഴിക്കും, മറ്റേ പകുതിയോ 5 പേരും കൂടി പങ്കിട്ട് കഴിക്കും. അതാണ് പതിവ്. ഒരു ദിവസം ഭീമൻ പോയില്ല. കുന്തിയോടൊപ്പം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ അടുത്ത് വീട്ടിൽ ഗൃഹനാഥൻ്റെ കരച്ചിൽ കേൾക്കണം. കുന്തിക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. അവരുടെ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിക്കാൻ തന്നു. അപ്പോൾ ഗൃഹനാഥൻ പറയുകയാണ്, ഞാൻ അന്നേ പറഞ്ഞതാ നമുക്ക് ഒരുമിച്ച് എവിടേക്കെങ്കിലും പോകാമെന്ന്. കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാനാണ് നാളെ ഭക്ഷണമായിട്ട് പോണത്. നീയും മകളും മകനും കൂടി ഇവിടെ ജീവിക്കേ. അപ്പോൾ ഇതേടാ ഭാര്യ പറഞ്ഞതോ, അങ്ങില്ലെങ്കിൽ എനിക്ക് എങ്ങനെ മക്കളെ പരിപാലിക്കാനാവും? നിലത്ത് വീണ മാംസത്തിനായി പക്ഷികൾ പറന്നെത്തും പോലെ നാഥനില്ലാത്ത മക്കൾക്കായി പലരും പാഞ്ഞെത്തും. അതുകൊണ്ട് ഞാനാണ് നാളെ ഭക്ഷണമായിട്ട് പോകുന്നത്. ഇത് കേട്ട മകൾ പറഞ്ഞതോ, അച്ഛനും അമ്മയും സഹോദരനും രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ പടിയേ കാണുള്ളൂ. ഞാൻ പോയാൽ ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ ജീവൻ സമർപ്പിക്കാം. അതല്ല രസം. ഇതെല്ലാം ശ്രദ്ധിച്ച് കൊച്ചു മകൻ പറഞ്ഞതോ, ഞാനേ ഈ പുൽത്തണ്ട് കൊണ്ട് ആ രാക്ഷസനെ അടിച്ചു കൊല്ലും. അവരുടെ അടുത്തേക്ക് എത്തിയ കുന്തി എല്ലാം ചോദിച്ചറിഞ്ഞു. വർഷങ്ങളായി ഞങ്ങളുടെ നാട് ഭരിക്കുന്നത് ഭഗൻ എന്ന ഒരു രാക്ഷസനാണ്. ശത്രുഭയമോ ഭൂതഭയമോ ഒന്നുമില്ലാതെ ആ രാക്ഷസൻ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവന് ദിവസവും ഒരു വണ്ടി ചോറും ഒരു പൂത്തും അവ കൊണ്ട് ചെല്ലുന്ന മനുഷ്യനും ആഹാരമായിട്ട് വേണം. പ്രശ്നം എന്താ വെച്ചാൽ നാളെ ഞങ്ങളുടെ ഊഴാണ്. അവരുടെ ദുഃഖത്തിൽ കുന്തിയുടെ കാരുണ്യം വാർന്നൊഴുകി നിങ്ങൾക്ക് പകരം ഞാൻ എൻ്റെ മകനെ ഭഗൻ്റെ അടുത്തേക്ക് അയക്കാം. അത് വേണ്ട. എനിക്ക് വേണ്ടി അന്യർ ജീവത്യാഗം അനുഷ്ഠിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനതിന് അനുവദിക്കില്ല. പറയണത് കേൾക്കൂ. ഇന്ന് എൻ്റെ ഒപ്പമുള്ള മകനുണ്ടല്ലോ, ശത്രു സംഹാര മന്ത്രം നല്ല വശമുണ്ട്. മാത്രമല്ല അവൻ ചില രാക്ഷസന്മാരൊക്കെ കൊന്നിട്ടുമുണ്ട്. ഇത് കേട്ടപ്പോൾ ഗൃഹനാഥൻ്റെ എതിർപ്പൊക്കെ മാറി. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് ഭീമൻ പുറപ്പെട്ടു, ഒരു വണ്ടി ചോറും പൂത്തുമായിട്ട്. ഇത് കണ്ടുകൊണ്ട് വരികയാണ് യുധിഷ്ഠിരനും സഹോദരങ്ങളും. അപ്പോൾ യുധിഷ്ഠിരൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അന്യൻ്റെ മകനെ രക്ഷിക്കാൻ സ്വന്തം മകനെ ത്യജിക്കാൻ എങ്ങനെ മനസ്സ് വന്നു അമ്മയ്ക്ക്? മാത്രമല്ല നമ്മളെ ബലത്തിൻ്റെ അസ്ഥിപരാണ് ഭീമൻ. അമ്മയ്ക്ക് വിവേകബുദ്ധി നഷ്ടപ്പെട്ടു. യുധിഷ്ഠിര, നമുക്ക് അഭയം തന്ന ഈ ബ്രാഹ്മണന് പ്രത്യുപകാരം ചെയ്യുക. ഈ നാടിനെ ദുഷ്ടരാക്ഷസനിൽ നിന്ന് രക്ഷിക്കുക. ഈ 2 ധർമ്മവും ചെയ്യുന്നതിനാണ്
ഞാൻ ഭീമനെ അയക്കുന്നത്. ഇപ്പോൾ യുധിഷ്ഠിരനും സഹോദരങ്ങൾക്കും ഇപ്പം കരമൂതിയായി. ഭീമൻ തൻ്റെ യാത്ര തുടർന്നു. ഭഗന്റെ അടുത്ത് എത്തും മുമ്പ് വണ്ടിയിൽ നിന്ന് ചോറുണ്ടോണ്ടേയിരുന്നു. ദൂരത്തുനിന്ന് ഇത് കണ്ട ക്രോധാന്തനായ ഭഗൻ വലിയൊരു മരങ്ങൾ പുഴക്കി ഭീമന് നേരെ പാഞ്ഞെടുത്തു. ഭീമനും ഇല്ല, മറ്റൊരു മരങ്ങൾ പുഴക്കി. രണ്ടുപേരും മരങ്ങൾ കൊണ്ടാ യുദ്ധം. തിരിച്ചും മറച്ചും വേറോടും വാശിയോടും കൂടി അങ്ങോട്ട് പോരാടി. ഒടുവിൽ ഭീമൻ ഭഗനെ നിലത്തങ്ങോട്ട് വീഴ്ത്തി. ഇടത്തെ കൈകൊണ്ട് അവൻ്റെ അരക്കേടിൽ അമർത്തി പിടിച്ച് വലത്തെ കൈകൊണ്ട് അവൻ്റെ നട്ടലങ്ങോട്ട് വളച്ചങ്ങോട്ട് ഒടിച്ചു. അങ്ങനെ ഭഗനെ കാലിനൂർക്കയച്ചു. ഭഗൻ്റെ മൃതശരീരം വലിച്ചഴച്ച് ഗ്രാമപ്രാന്തത്തിൽ കൊണ്ടുവന്ന് ചെന്നിട്ടു ഭീമൻ. ബ്രാഹ്മണ വേഷത്തിൽ കഴിഞ്ഞ പാണ്ഡവന്മാർ രാവിലെ ജനങ്ങൾ നിജസ്ഥിതിയൊക്കെ മനസ്സിലാക്കും മുമ്പ് അവൾ നിസ്താരവും വിട്ടു. ഓം അമൃതേശ്വരി നമഃ.